കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിൽ പോകണമെന്നാണ് മുൻകാലങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ശുദ്ധമായിരിക്കണം വസ്ത്രം, വസ്ത്രശുദ്ധി മുഖ്യമാണ്. ശരീരം സ്നാനം തുടങ്ങിയവ ചെയ്യണം. ശരീരം ശുദ്ധാക്കാൻ ആർക്കും പറ്റില്ല. പറ്റുമോ? ആർക്കെങ്കിലും ദേഹം ശുദ്ധാക്കാൻ പറ്റുമോ? എന്താ അഭിപ്രായം? ഇല്ല, ആർക്കും പറ്റില്ല. എന്നാലും ഒന്ന് ശ്രമിക്കാം. ഒരു ശൗചം, സ്നാനം തുടങ്ങിയവയൊക്കെ ചെയ്ത് ദേഹശുദ്ധി വരുത്താൻ നോക്കാം നമുക്ക്. അത്രയേ ഉള്ളൂ. എന്നാൽ ഇക്കാലത്ത് രാവിലെ കുളിച്ചാൽ സന്ധ്യയ്ക്കും ക്ഷേത്ര ദർശനം നടത്താം. സന്ധ്യയ്ക്ക് ദർശനം ചെയ്യുന്നതിന് മുമ്പ് കുളിക്കണം. സന്ധ്യയ്ക്ക് കുളിച്ചിട്ടാണ് പോകേണ്ടത്. സന്ധ്യയ്ക്കും നടത്താം, രാവിലെയും നടത്താം, രാത്രിയും നടത്താം. നട അടച്ച സമയത്ത് അല്ലാത്തപ്പോഴൊക്കെ ക്ഷേത്ര ദർശനം ചെയ്യാം. പക്ഷെ എപ്പോൾ പോവുകയാണെങ്കിലും വൃത്തിയോടുകൂടി ശുദ്ധിയോടുകൂടി വേണം പോകേണ്ടത്. കുളിക്കുകയോ വസ്ത്രം മാറുകയോ വേണ്ടതില്ല എന്ന് കേൾക്കുന്നു. വേണ്ടതില്ല എന്നല്ല, പലരും ചെയ്യാറുണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് നിയമം മാറ്റിയിട്ടുണ്ട്, ആരും മാറ്റിയിട്ടില്ല. ക്ഷേത്രോപാസനയെ സംബന്ധിച്ച നിയമത്തിലൊന്നും മാറ്റമില്ല. നമ്മളത് ചെയ്യണില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ കുളി തന്നെ കഷ്ടിയാണ്. ഇപ്പോൾ ദിവസം കുളിക്കണവരുടെ എണ്ണം തന്നെ നമ്മളെ നാട്ടിൽ കുറവാണ്. അതെ, ചിലർ പറയാറുണ്ട്, സ്വാമി ഞാൻ തല കുളിച്ചിട്ടില്ല. എടാ, തല കുളിച്ചാലേ കുളിച്ചു എന്ന് പറയുള്ളൂ, മറ്റേ ദേഹം കഴുകിയെന്നാണ് പറയുക. ഇപ്പോൾ തല നനയ്ക്കൽ ആഴ്ചയിൽ 2 ആഴ്ചയിലൊക്കെ ഒരിക്കലായി മാറിയിട്ടുണ്ട്. കേരളത്തിൽ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സ്ഥലത്ത് അത് ഒട്ടും ആശാസ്യമല്ല. ഒട്ടും ഹ്യൂമിഡിറ്റി ഇല്ലാത്ത തണുത്ത പ്രദേശങ്ങളിൽ ശരി അങ്ങനെയൊക്കെ വേണ്ടി വരും. പക്ഷേ കേരളത്തിൽ ദിവസവും കുളിക്കണം. ഇതിപ്പോൾ അങ്ങനെ ആവശ്യമില്ല എന്ന് കേൾക്കണമെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ പറയണതാണ്, കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്യാറില്ല, അതുകൊണ്ട് നീയും ചെയ്യേണ്ട പറഞ്ഞാൽ പറ്റുമോ? അത് പരമാവധി ശുദ്ധി പാലിച്ചുകൊണ്ട് വേണം ക്ഷേത്രങ്ങളിൽ പോകാൻ. നിത്യവും ക്ഷേത്ര ദർശനം നടത്തുന്ന ഉപാസകരെ സംബന്ധിച്ച് സ്വീകാര്യമാണോ? ഏത് സ്വീകാര്യമാണോ? കുളിക്കാണ്ട് പോകണമെന്നോ? ആപദ്ഘട്ടങ്ങളിൽ സാമാന്യധർമ്മം, ആപദ്ധർമ്മം എന്ന് രണ്ടുണ്ട്. അപ്പോൾ ആപദ്ധർമ്മം പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തും ആവാം. അത് സാമാന്യധർമ്മമല്ല. സാമാന്യധർമ്മം അനുസരിച്ച് പരമാവധി ദേഹശുദ്ധി, വസ്ത്രശുദ്ധി, മനഃശുദ്ധിക്കുള്ള പരിശ്രമം ഇതൊക്കെ ചെയ്തുകൊണ്ട് വേണം ക്ഷേത്ര ദർശനം ചെയ്യാൻ. അത് ശ്രദ്ധിക്കുക.